ഇത് പരിശുദ്ധമായ റജബാൻ. റമദാന് കടന്നു വരാനിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് റമദാനിന്റെ മുന്നൊരുക്കം റമദാനിന്റെ തലേ ദിവസത്തിലുള്ള മുന്നൊരുക്കമല്ല. റമദാനിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരുങ്ങുമ്പോഴാണ് പരിശുദ്ധ റമദാനിന്റെ ഒരുക്കം പൂർണ്ണമാകുന്നതെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ വാസരമായ റമദാൻ കടന്നു വരുന്നതിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് മദീനയുടെ പള്ളിയുടെ മിഹ്റാബിൽ പോയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പരിശുദ്ധനായ തമ്പുരാനെ, ഞങ്ങൾ നിലകൊള്ളുന്ന റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ. വബല്ലിഗ്നാ ശഹ്റ റമളാൻ, ഞങ്ങൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമളാൻ, ആ റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. റമളാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ പറയാതെ പോയൊരു വ്യംഗ്യാർത്ഥമുണ്ട്. റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ റമദാൻ തീർച്ചയായിട്ടും കടന്നു വരും, തീർച്ചയാണ്. പക്ഷേ റമദാനിലേക്ക് നമ്മളെത്തുമോ എന്ന കാര്യം തീർച്ചപ്പെടുത്താൻ നമ്മുടെ ആയുസ്സിന്റെ പുസ്തകം അല്ലാഹു നമ്മുടെ കയ്യിൽ തന്നിട്ടില്ല. അല്ലാഹുവേ, നീ റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ. എന്താണ് റമദാൻ നമ്മിലേക്ക് എത്തുക എന്ന ഭാഷയുടെ പ്രാർത്ഥനയുടെ സാരം? നമ്മൾ റമദാനിലേക്ക് ദീർഘായുസോടുകൂടെ എത്തലാണ്. ആ റമദാനിലേക്ക് എത്തിയാലും പോരാ, അല്ലാഹുവേ, ആ റമദാനിന്റെ ഇരവുകളെ പകലുകളെ പ്രധാനുഷ്ഠാനം കൊണ്ട് ധന്യമാക്കാം. വൽഖിയാം, ആ റമദാനിന്റെ രാവുകളെ പിന്നെ നിസ്കരിക്കലെ കൊണ്ട് ധന്യമാക്കാൻ. വതിലാവത്തിൽ ഖുർആൻ, റമദാനിന്റെ രാപ്പകലുകളെ പരിശുദ്ധ വേദഗ്രന്ഥമായിരിക്കുന്ന ഖുർആൻ പാരായണത്തിലൂടെ ധന്യമാക്കാൻ സൗഭാഗ്യ സന്നിപാതം കനിഞ്ഞരണമേ തമ്പുരാനെ. കഴിഞ്ഞ റമദാൻ ഷരീഫിന് നമ്മളോടുകൂടെ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്ന എത്ര ആളുകൾ കഴിഞ്ഞ റമദാൻ ഷരീഫിന് നമ്മളോടൊപ്പം മസ്ജിദിലേക്ക് കടന്നു വന്ന് ജമാഅത്തോടുകൂടെ തറാവീഹിൽ പങ്കുകൊള്ളാൻ, ആനന്ദത്തോടുകൂടെ ഇഫ്താറുകളിൽ പങ്കെടുക്കാൻ, ആനന്ദത്തോടുകൂടെ ദാനധർമാദി കർമ്മങ്ങളിൽ പങ്കാളികളാവാൻ, ആനന്ദത്തോടുകൂടെ റമദാനിന്റെ സുഹൃതങ്ങളിൽ പങ്കുചേരാൻ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? അതിൽ എത്ര ആളുകളാണ് ആഭാരവൃദ്ധം ജനങ്ങളാണ് ഈ പരിശുദ്ധ റജബിന്റെ കാലടിപ്പാടുകൾ നമ്മൾ കേട്ടപ്പോഴേക്ക് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അവിടെയാണ് റമദാനിനോടുള്ള പ്രാർത്ഥന. അല്ലാഹുവേ, റമദാനിനെ ഞങ്ങളിലേക്ക് എത്തിക്കണേ, അതായത് ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ മാറ്റുകൂടാൻ ഈ സന്ദർഭത്തെ നമ്മൾ വിനിമയം ചെയ്യൽ കാലത്തിന്റെ അനിവാര്യതയായിരിക്കുന്നു മുസൽമാൻ. അതുകൊണ്ട് റമദാനിന്റെ തലേന്നുള്ള ഒരുക്കം ഒരിക്കലും ഭൂഷണമല്ല. അത്ലറ്റിക്സിൽ ലോങ് ജമ്പ് മത്സരം ഉണ്ടാകുന്ന സമയത്ത് നിന്ന സ്പോട്ടിൽ ആരും ചാടിക്കാണ്ട് മെഡലെടുത്ത സംഭവം നമ്മുടെ രാജ്യത്തല്ല, ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ചാടാൻ എത്ര സ്പേസ് ഉണ്ടോ, ചാടി തീർക്കാൻ എത്ര സ്പേസ് ഉണ്ടോ, ആ സ്പേസിന്റെ ഇരട്ടിയുടെ ഇരട്ടി പിന്നിലേക്ക് കടന്നുപോയിട്ട് ഒരുക്കം അവിടുന്ന് തുടങ്ങും. ആ ഒരുക്കത്തിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ചാടലിന്റെ ലെങ്ത്തും കൂടല്, മെഡൽ നേടുന്നതിന്റെ പിന്നെ അതിന്റെ പെർഫോമൻസും കൂടല് എന്ന് പറഞ്ഞ മാതിരിയാണ് റമദാൻ എന്ന് പറയുന്ന പരിശുദ്ധ മാസം. ഒരു മാസമാണെങ്കിൽ അതിന് വേണ്ടിയുള്ള മുന്നൊരുക്കം, ആ ലോങ് ജമ്പിലേക്കുള്ള മുന്നൊരുക്കം അതിന്റെ ഇരട്ടിക്കിടക്കട്ടെ. അതുകൊണ്ട് തന്നെ റജബും ഷഅബാനും അതിനോടനുബന്ധം കുറിച്ചുകൊണ്ട് പുണ്യ റസൂല് പറഞ്ഞു, റജബും ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമദാനു ശഹ്റു ഉമ്മത്തി. റജബ് എന്റെ അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹ്രി, ഷഅബാൻ എന്റെ മാസമാണ്. റജബ് അല്ലാഹുവിലേക്ക് കൊടുത്തു, ഷഅബാൻ പുണ്യ റസൂല് ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിലൂടെ റജബ് കടന്നു വന്ന് ശഅബാൻ എന്നിലൂടെ കടന്നു വന്ന് റമദാൻ ശഹ്റു ഉമ്മത്തി, റമദാൻ എന്റെ പരിശുദ്ധ സമുദായത്തിന്റെ മാസമാണെന്ന് പരിശുദ്ധ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്രാ മിഅ്റാജ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ആ ഭാഗമായിട്ട് നമ്മളൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷേ അതിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ പരിശുദ്ധമായ ഒരു ആരാധനാകർമ്മത്തിന്റെ സാക്ഷാത്കാരം കുറിക്കുകയാണ്. റജബ് പറയുന്ന മാസം നമ്മൾ അങ്ങനെ തള്ളാനുള്ള മാസമല്ല. ഈ മാസം കടന്നു വരുമ്പോഴാണ് നിസ്കാരം എന്ന് പറയുന്ന ആരാധനാകർമ്മത്തിന്റെ വാർഷിക പരിപാടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സ്വലാത്തു ഇമാദുദ്ദീൻ വശിആറുൽ മുഅ്മിനീൻ. നിസ്കാരം ദീനിന്റെ തൂണാണ്, ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. മുഅ്മിനായ മനുഷ്യനെയും സത്യവിശ്വാസിയായ മനുഷ്യനെയും സത്യനിഷേധിയായ മനുഷ്യനെയും വേർതിരിക്കുന്ന ഘടകം അതാരാധനയായിരുന്ന നിസ്കാരമാണ് എന്ന് ലോകത്തിന്റെ പരിശുദ്ധ നായകൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആരാധനയോടുള്ള സമീപനത്തിൽ എന്തോ ഒരു വീഴ്ച നവലോക
ക്രമത്തിൽ വന്നുപെട്ടിരിക്കുന്നു എന്ന് പറയാതെ തരമില്ല എന്റെ മുസൽമാൻ. നിസ്കാരം എന്ന് പറയുന്ന സാധനം ആരാധനകളുടെ കൂട്ടത്തിൽ മനുഷ്യൻ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ആരാധനയാണ് എന്ന തർക്ക വിഷയമേ ഇവിടെയില്ല. അത് അവിതർക്കിതമായ രണ്ടഭിപ്രായങ്ങൾക്ക് വകയില്ലാത്ത അസന്നിഗ്ധമായി നമ്മൾ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. അത് ആലോചിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിന്റെ വിചക്ഷണന്മാരും വിശകലന്മാരുമായിരിക്കുന്ന ആളുകൾ നിസ്കാരം എന്ന് പറയുന്ന ആരാധനയോട് ഇത്ര സീരിയസ് ആയിട്ട് സമീപനം സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ആരാധനയോട് നമ്മൾ പുലർത്തിപ്പോരുന്ന ഒരു അപ്രോച്ച്മെന്റ് അത് വളരെ ലാഘവത്തോടുകൂടെയാണ്, വളരെ നോർമൽ കണ്ടീഷനോടുകൂടെ ഉള്ള ഒരു സമീപനമാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ, എസ്പെഷ്യലി നമ്മുടെ ഈ മോഡേൺ ഇറ, ഈ ഏജില്, യുഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് മാറ്റം വരണം. ഇത് റജബിന്റെ പടിവാതിലിൽക്കൽ അല്ലെങ്കിൽ മധ്യാഹ്നത്തിൽ വെച്ച് നമ്മൾ പുരസ്കരിക്കുമ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ പ്രാധാന്യം കൂടുന്നുണ്ട്. കാരണം ഇത് നിസ്കാരത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ്. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനാണ്. അതേസമയം പ്രായം ചെന്ന ഒരാളോട് നോമ്പ് നോൽക്കാൻ കഴിയില്ലെങ്കിൽ മുദ്ദ കൊടുക്കാനാണ് ഇസ്ലാം പറയുന്നത്. നമ്മൾ ആലോചിക്കണം, അവിടെയും ഇവിടെയും തമ്മിലുള്ള ഒരു മാറ്റം നമ്മൾ ചിന്തിക്കണം, അല്ലെ? നിസ്കരിക്കാൻ കഴിയാത്ത ആളോട് പകരം ആളെ ഏൽപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഹജ്ജ് ചെയ്യാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ അന്ന് സാമ്പത്തികമായോ ശാരീരികമായോ മറ്റേതെങ്കിലും രീതിയിൽ അനുകൂലാവസ്ഥ ഇല്ലാത്തതിന്റെ പേരിൽ മരിച്ചുപോയ പിതാവിന്റെ പേരിൽ പിന്നീട് അനുകൂലാവസ്ഥ കിട്ടുന്ന മക്കൾ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജ് ചെയ്തതിന്റെ ശേഷം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ പേരിൽ ഹജ്ജ് നിർവഹിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു. എന്നാൽ മരിച്ചുപോയവന്റെ പേരിൽ നിസ്കാരം നിർവഹിക്കുന്ന ഒരു പ്രക്രിയ നമുക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. എല്ലായിടത്തും ഈ ഒരു ആരാധനാകർമ്മം വേറിട്ട് നിൽക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിൽക്കാൻ കഴിയാത്തവനോട് ഇരിക്കാൻ പറയുന്നു, ഇരിക്കാൻ കഴിയാത്തവനോട് കിടക്കാൻ പറയുന്നു. കിടത്തത്തിൽ തന്നെ അള്ളാഹു വീണ്ടും ഒന്ന് അയവ് കൊടുത്തിട്ട് മലർന്നു കിടക്കാം, ചെരിഞ്ഞു കിടക്കാം എന്ന് പറയുന്നു. എന്നിട്ടും നിനക്ക് നിസ്കരിക്കാൻ സാധ്യമല്ലേ? നിന്റെ കണ്ണുകൊണ്ട് നിസ്കരിക്കണം. നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത്, കണ്ണുകൊണ്ട് നിസ്കരിക്കുക. അതിന്റെ ഒരു കോല നമ്മളൊക്കെ ഒന്ന് സപ്പോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പറയാണ് കണ്ണുകൊണ്ട് നിസ്കരിക്കാൻ കഴിയൂലേ, എന്നാൽ കൽബ് കൊണ്ട് നിസ്കരിക്കണം. ആ ഒരു കണ്ടീഷനൊക്കെ എന്താ എന്റെ കൂട്ടരെ നമ്മൾ ആലോചിക്കണ്ടേ? കണ്ണുകൊണ്ട് മനുഷ്യന് നിസ്കരിക്കാൻ കഴിയാത്തൊരു പരുവത്തിൽ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അവൻ കിടക്കുന്ന രോഗത്തിന്റെ അവസ്ഥയുടെ മൂർധന്യത എത്ര പാരമ്യതയിലേക്ക്, പരകോടിയിലേക്ക് കടന്നുപോയിട്ടുണ്ടാകും. എന്നിട്ടും പറഞ്ഞു നീ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. നിന്റെ കൽബ് കൊണ്ട് നിസ്കരിക്കണം. കൽബ് കൊണ്ടുള്ള നമസ്കാരം അവിടെ എത്രമാത്രം ഫലപ്രദമാണ്. കണ്ണുപോലും ചലിപ്പിക്കാൻ കഴിയാത്ത രോഗിയോട് അല്ലാഹു സർവനാഥനായ തമ്പുരാൻ നിന്റെ രോഗാവസ്ഥയെ കണ്ടറിഞ്ഞിട്ട് നീ അതിൽ നിന്ന് ഒഴിവാണ് എന്നല്ല പഠിപ്പിക്കുന്നത്. നിന്റെ ഹൃദയം കൊണ്ട് നമസ്കാരം നടത്തണം. അവിടെ ചിലപ്പോൾ വുദൂഇന്റെ ആവശ്യം വന്നേക്കില്ല. എന്നാലും ശരി, ആ സമയത്തെ ആരാധനയെ പാലിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് നമസ്കരിക്കാൻ മരണം വരെ നിസ്കാരത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിവല്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഈ മസലകൾ നമുക്ക് നൽകുന്നത്. എന്നാൽ മറ്റ് ആരാധനകളൊക്കെ അതിൽ നിന്ന് ഒരുപാട് കൺസെഷനിലൂടെ ആനുകൂല്യം പറ്റി മനുഷ്യന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന കണ്ടീഷനിലാണ്. നിസ്കാരം അവിടെ ഒന്നും മാറി നിൽക്കുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് യാത്രക്കാരന് 132 സംതിങ് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ ലുഹറിനെ പിടിച്ചിട്ട് 4 പിടിച്ചിട്ട് 2 ഖസ്ർ എന്ന് പറഞ്ഞു. ലുഹറിനെ അസറിലേക്കോ, അസറിനെ പിടിച്ചിട്ട് ലുഹറിലേക്കോ സമയ സൗകര്യത്തിന് വേണ്ടി ആക്കുമ്പോ ജമ്മ എന്ന് പറഞ്ഞു. ജമ്മും ഖസ്റും എന്ന് പറഞ്ഞാണ്ട് നിസ്കാരത്തിൽ വേറൊരു റുഖ്സ, ആനുകൂല്യം, കൺസെഷൻ കൊടുത്തു. അവിടെയും യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കണ്ടീഷൻ ഇസ്ലാം കൊടുത്തില്ല. നമ്മളൊരു വഴിയിലൂടെ നടന്നുപോയി അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി, വിവസ്ത്രനാണ്, നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിന്റെ അംശം പോലുമില്ല, എന്നാൽ നിനക്ക് ഔറത്ത് മറക്കാനുള്ള വസ്ത്രം ലഭിച്ചിട്ടില്ലേ? നിസ്കരിക്കണ്ട എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നിന്റെ സൗഅത്താനി മറക്കണം, മുൻദ്വാരവും പിൻദ്വാരവും മറക്കണം. അതിന് ഏതെങ്കിലും മരത്തിന്റെ ഇല ഉപയോഗിച്ചിട്ടെങ്കിലും മറച്ചിട്ട് അവിടെ വെച്ചിട്ട് ആ കണ്ടീഷനിൽ നിസ്കരിക്കണം. ആ നിസ്കാരത്തിന്റെ ഒരു കോലെന്താ? അതും മറക്കാൻ കഴിഞ്ഞിട്ടില്ലേ? എന്നാൽ കലക്കുവെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് നിസ്കരിക്കണം. അപ്പോഴും നിസ്കരിക്കണ്ടെന്ന് മതം പറഞ്ഞില്ല. കലക്ക് വെള്ളത്തിൽ ഇറങ്ങി നിസ്കരിക്കുമ്പോ എന്ത് റുക്കൂ, എന്ത് സുജൂദ് വേണ്ട. ആ കണ്ടീഷനിൽ നിനക്ക് സാധ്യമാകുന്ന നമസ്കാരം മതി, പക്ഷേ നിസ്കരിക്കണ്ട എന്ന് മതം പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വലാത്തിൽ ഖൗഫ് പോലും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. യുദ്ധവേളയിലേക്ക് കടന്നു പോകുമ്പോഴും
ശത്രു സൈന്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കൊടും ഭീകരതയോടുകൂടെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും അടർക്കളത്തിൽ വെച്ച് പോലും യുദ്ധം നയിക്കുന്ന യോദ്ധാക്കളോട് നിങ്ങൾ നിസ്കാരത്തിൽ നിന്നൊഴിവാണ് എന്ന് മതം പഠിപ്പിച്ചിട്ടില്ല. അവിടെ ഫിഖഹിന്റെ കിതാബിന്റെ കർമ്മശാസ്ത്രത്തിന്റെ അധ്യായങ്ങളിൽ നമ്മെ മതം പഠിപ്പിക്കുന്നത് സ്വലാത്തുൽ ഖൗഫ്, ശത്രുവിനെ ഭയപ്പെട്ട് ശത്രുവിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്നവനും നിസ്കാരത്തിൽ നിന്നൊരുവല്ല, അവനും ഒരു പ്രത്യേകതരം നമസ്കാരമുണ്ട്. ആ രീതിയിലുള്ള നിസ്കാരത്തിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് അവരും നിസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ സിദ്ധാന്തത്തിന്റെ മുറ്റത്ത് എത്ര ലാഘവത്തോടുകൂടെയാണ് ഓരോ വക്ത നമസ്കാരങ്ങളും മനഃപൂർവമായും അല്ലാതെയും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്റെ മുസൽമാൻ. അതുകൊണ്ട് റജബിന്റെ ഈ മധ്യാഹ്നത്തിൽ വെച്ചിട്ട്, റജബിന്റെ ഈ പകിട്ടാർന്നിരിക്കുന്ന മുഹൂർത്തത്തിൽ വെച്ചിട്ട് ആ നമസ്കാരത്തെ ആരാധനാകർമ്മത്തെ പറയാതെ പോകുന്നത് ഈ സദസ്സിനോടുള്ള അനീതിയാണെന്ന് ഭയപ്പെടുകയാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ് എന്റെ പ്രിയം. ഒരു കപ്പലിലൂടെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിശകലനം അനുസരിച്ച് നമ്മൾ ചിന്തിക്കണം. ഒരു കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ വലിയ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാരം ഏകദേശം ഹൗസ്ഫുള്ളാ. ക്യാപ്റ്റൻ പറഞ്ഞു, ഒരു 60-70 കിലോ ഉള്ള സാധനം ഈ കപ്പലിൽ നിന്ന് പുറത്തു പോയാലേ കപ്പലിലുള്ള മുഴുവൻ ആളുകളും രക്ഷപ്പെടൂ. അല്ലാതെ ഈ കണ്ടീഷനിൽ നമ്മളെ കപ്പൽ മുന്നോട്ട് പോയാൽ എല്ലാവരും മുങ്ങി മരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ഇസ്ലാമിക ഭരണകൂടാണ് എങ്കിൽ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രതിനിധികളാണ് അവിടെ ഉള്ളതെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു വക്ത നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയവനെ പിടിച്ചിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് 60-70 കിലോ ഭാരം കപ്പലിൽ നിന്ന് കുറച്ചാൽ ചിലപ്പോൾ അവർ കുറ്റക്കാരായേക്കാം എന്നില്ല. എന്നാൽ യാത്രക്കാരന്റെ യാത്രക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വളർത്തുപട്ടി ആ കപ്പലിലുണ്ടെങ്കിൽ ആ പട്ടിയെ വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ കുറ്റക്കാരനായേക്കാം. കാരണം അള്ളാഹു റൂഹ് കൊടുത്തൊരു സാധനമാണ് വളർത്തുപട്ടി. ഇവനും അള്ളാഹു റൂഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഇവന്റെ റൂഹിന്റെ ഹുർമത്ത് അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്. അവന്റെ ആത്മാവിന്റെ പരിശുദ്ധിയും മാന്യതയും അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ട്. അവന്റെ വലിച്ചെറിഞ്ഞിട്ട് ബാലൻസ് ലഘൂകരിച്ചു കഴിഞ്ഞാൽ ആ വലിച്ചെറിഞ്ഞവർ കുറ്റക്കാരല്ല എന്ന് പോലും ഗൗരവതരമായി മതം പറയുമ്പോൾ ഇത് തീവ്രവാദമല്ല പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ആൾക്കാർ, നമ്മളൊക്കെ പരലോകത്ത് പോയിട്ട് അള്ളാഹുമായിട്ടുള്ള ഉടമ്പടിയിൽ വെച്ചിട്ട് അള്ളാഹുവുമായിട്ടുള്ള ഉടമ്പടിയിൽ നമ്മുടെ നീതിയുടെയും അനീതിയുടെയും ധർമാധർമ്മങ്ങളുടെ തുലനം നടക്കുന്ന തുലാസിന്റെ മുമ്പിൽ വെച്ചിട്ട് അനുകൂലമായിട്ട് എന്റെ തുലാസ് തൂങ്ങണം എന്ന് വിശ്വസിക്കുകയും എന്ന് പ്രതീക്ഷിക്കുകയും കാക്ഷിക്കുകയും ചെയ്യുന്ന ജനവിഭാഗം. പക്ഷേ ഇത്ര ഉദാരമായ സമീപനം നമ്മൾ എല്ലാ വിഷയത്തിലും സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത്രയും ലാഘവത്തോടുകൂടെയുള്ള സമീപനം നമ്മുടെ ഉമ്മത്ത് സ്വീകരിക്കുന്നു? അതുകൊണ്ട് തന്നെയാണ് ഈ മതത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ മുമ്പിൽ നാളെ മഹ്ശറിൽ വന്നിട്ട് എല്ലാ ജീവികളും അല്ലാഹുവിനോട് ശുക്ർ നടത്തുകയാണ്. കഴുത വന്നിട്ട് പറയും, കഴുത അല്ലാഹുവേ നീ എന്നെ നായയാക്കിയില്ലല്ലോ, നായ പറയും എന്നെ നീ പന്നിയാക്കിയില്ലല്ലോ. പന്നി പറയും നിസ്കാരം ഉപേക്ഷിച്ചവന്റെ കുറ്റം കണ്ടിട്ട്, അല്ലാഹുവേ നീ എന്നോട് താരിഖു സ്വലാത്തായി മാറ്റിയില്ലയോ, ഇല്ലല്ലോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നികൃഷ്ടയായ ജീവിയായ പന്നിയാണിത് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത്തരം ഗൗരവതരമായ വിഷയങ്ങൾ നമ്മുടെ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ബാലപാഠം പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ കൊച്ചുമിടുക്കനായ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നത് 7 വയസ്സാകുമ്പോൾ അവനെ നിസ്കാരം കൊണ്ട് പഠിപ്പിക്കുകയും 10 വയസ്സാകുമ്പോൾ ആ കർമ്മത്തിൽ ആലസ്യം മലംഭാവം പ്രകടിപ്പിക്കുന്ന പക്ഷം അവനെ അടിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് മതം പഠിപ്പിക്കുന്നതിന്റെ മനഃശാസ്ത്രം ഇതാണ്. ചെറുപ്പത്തിൽ തന്നെ ആ ഡോസ് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിസ്കാരത്തോടുള്ള കുട്ടിയുടെ സമീപനം വളരെ അയഞ്ഞ സമീപനമായിരിക്കുമെന്ന് നമ്മുടെ മതം തന്നെ മനഃശാസ്ത്രപരമായി കണ്ടതിന്റെ പേരിലാണ് കുട്ടിയെ അടിക്കാനും കുട്ടിയെ ഈ വിഷയത്തിൽ ഗുണദോഷിക്കാനും ഇസ്ലാം എത്രയോ കാലം മുമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയം എന്റെ വിഷയത്തിന്റെ ആമുഖമായിട്ട് തന്നെ അതിന്റെ ഗൗരവതരമായിരിക്കുന്ന അവസ്ഥ നമ്മുടെ കുടുംബിനികൾ പ്രത്യേകിച്ച് ഉൾക്കൊള്ളാനും നമ്മുടെ കുട്ടികളിലേക്ക് ഈ സന്ദേശത്തെ പകർന്നു കൊടുക്കാനും വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്, സാന്ദർഭികമായി ഉണർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. മുസ്ലിം സമുദായം എല്ലാ വിഷയത്തിലും ചർച്ച ചെയ്യപ്പെടാൻ ഒരു വിഷയത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ വിഷയത്തിലും, എസ്പെഷ്യലി മലപ്പുറത്തൊക്കെ നമ്മുടെ സമുദായം രൂക്ഷമായ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുക.